ഒരു കാലത്ത് കൊച്ചി നഗരത്തിന്റെ നെറുകയിൽ പ്രകാശിച്ചു നിന്ന നക്ഷത്രമായിരുന്നു ഹരീഷ്. സ്വന്തം അധ്വാനം കൊണ്ട് അദ്ദേഹം ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി. ധൈര്യവും വിവേകവും അദ്ദേഹത്തിന് കൈമുതലായുണ്ടായിരുന്നു. ഏത് കച്ചവടത്തിനിറങ്ങിയാലും വിജയം മാത്രം അദ്ദേഹത്തെ കാത്തിരുന്നു. ഹരീഷിന്റെ കൈതൊട്ടാൽ പൊന്നാകുമെന്ന് ആളുകൾ അടക്കം പറഞ്ഞു. സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയെടുത്ത സമ്പത്തും സൽപ്പേരും അദ്ദേഹത്തെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്തിച്ചു. ഹരീഷിന് ഭാര്യ ഉമയും മകൻ രാഹുലുമായിരുന്നു കുടുംബം. ഉമ രാഹുലിനെ ലാളിച്ചു വളർത്തി. എന്നാൽ ഹരീഷ് മകനെ ലോകം മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. രാഹുൽ അച്ഛന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകി. അവന്റെ മനസ്സിൽ അച്ഛനൊരു ദൈവത്തെപ്പോലെയായിരുന്നു. അവന്റെ സ്വപ്നങ്ങൾക്ക് ഹരീഷിന്റെ വാക്കുകൾ എന്നും പ്രചോദനമായിരുന്നു. എന്നാൽ ഹരീഷിന്റെ ഈ വളർച്ച നഗരത്തിലെ മറ്റു വലിയ വ്യവസായികളിൽ അസൂയയ്ക്ക് കാരണമായി. അഹങ്കാരവും അധികാരമോഹവുമുള്ള ചിലർ അദ്ദേഹത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തി. അവരുടെ ഗൂഢാലോചന ഒരു പ്രഭാതത്തിൽ ഫലിച്ചു. ഹരീഷിന്റെ കമ്പനിക്കെതിരെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് സീലുവെച്ചു. വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഹരീഷിന്റെ പേരിനും പെരുമയ്ക്കും മേൽ കരിനിഴൽ വീണു. നിയമപരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഹരീഷിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല. കോടതിയിൽ പണത്തിന് പ്രാധാന്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് വിലയില്ലാതായി. ഹരീഷിന് താൻ നേടിയെടുത്തതെല്ലാം വിൽക്കേണ്ടിവന്നു. വിയർപ്പൊഴുക്കി കെട്ടിപ്പടുത്ത സാമ്രാജ്യം തകർന്നു വീഴുന്നത് കണ്ട് അദ്ദേഹം വേദനയോടെ തലതാഴ്ത്തി. ഒരു തുള്ളി കണ്ണീർ പോലും പുറത്തേക്ക് വരാതെ അദ്ദേഹം ആ വേദന ഉള്ളിലൊതുക്കി. ഈ ദുരവസ്ഥയിലും രാഹുൽ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛാ, നമുക്ക് വീണ്ടും തുടങ്ങാം. എല്ലാം നഷ്ടപ്പെട്ടില്ല. ഞാൻ അച്ഛനോടൊപ്പം തന്നെയുണ്ട്, രാഹുൽ ആശ്വസിപ്പിച്ചു. നഗരത്തിലെ അപമാനം സഹിക്കവയ്യാതെ തങ്ങളെ ആരും അറിയാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ ഹരീഷ് തീരുമാനിച്ചു. ഭാര്യ ഉമയുടെയും മകൻ രാഹുലിന്റെയും കൈകളിൽ മുറുകെ പിടിച്ച് എല്ലാം തുന്നിപ്പൊതിഞ്ഞ ഒരു തുണിസഞ്ചിയുമായി അവർ ആ നഗരം വിട്ടു. പഴയ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഹരീഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതിന്റെ വേദന രാഹുലിന്റെ ഹൃദയത്തിൽ കറുത്ത പാടായി അവശേഷിച്ചു. പുതിയ നാട്ടിലെത്തി ഒരു ചെറിയ വാടക വീട്ടിൽ അവർ ജീവിതം തുടങ്ങി. സ്വന്തമായി ഉണ്ടായിരുന്ന സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ച് രാഹുൽ ഒരു പലചരക്ക് കട തുടങ്ങി. ഹരീഷ് മകനോടൊപ്പം കച്ചവടത്തിൽ സഹായിച്ചു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല. മറിച്ച് തങ്ങൾ ഒന്നിച്ചുണ്ടല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ സന്തോഷം. ഹരീഷിന്റെ ബുദ്ധിപരമായ ഉപദേശങ്ങളും രാഹുലിന്റെ കഠിനാധ്വാനവും കൊണ്ട് അവരുടെ കച്ചവടം വേഗത്തിൽ വളരാൻ തുടങ്ങി. പിന്നീട് അവരൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്കും ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിസിനസ്സിലേക്കും വളർന്നു. കഠിനാധ്വാനം അവരെ വീണ്ടും സമ്പന്നരാക്കി. പഴയ ആഡംബരമില്ലായിരുന്നെങ്കിലും അവർ ആത്മാർത്ഥമായി സന്തോഷിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം മകനിലൂടെ തിരികെ ലഭിച്ചതിൽ ഹരീഷ് സംതൃപ്തനായിരുന്നു. രാഹുൽ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ ഒരിക്കലും മറന്നില്ല. പുതിയ സ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവന്റെ വിനയവും ലാളിത്യവും കാരണം ജനങ്ങൾ രാഹുലിനെ ഞങ്ങളുടെ സ്വന്തം രാഹുൽ എന്നാണ് വിളിച്ചത്. ഇതിനിടയിലാണ് രാഹുൽ അവിടുത്തെ പ്രമുഖ ബിസിനസ്സുകാരനായ വിശ്വനാഥന്റെ മകളായ മേഘയുമായി പ്രണയത്തിലാവുന്നത്. മേഘയുടെ സമ്പന്നത രാഹുലിന്റെ ലാളിത്യത്തിന് തടസ്സമായില്ല. അവൾ രാഹുലുമായി ആഴത്തിൽ പ്രണയത്തിലായി. രാഹുൽ സന്തോഷത്തോടെ മേഘയുമായുള്ള പ്രണയം അച്ഛനെ അറിയിച്ചു. ഹരീഷിന് സന്തോഷമായെങ്കിലും വിശ്വനാഥന്റെ കുടുംബത്തിന്റെ ആചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം അസ്വസ്ഥനായി. രാഹുൽ മേഘയുടെ കൈപിടിച്ച് അച്ഛന്റെ അരികിൽ വന്നു. അച്ഛാ, എനിക്ക് മേഘയെ വിവാഹം കഴിക്കണം, രാഹുൽ പറഞ്ഞു. ഹരീഷ് ചിരിയോടെ ചോദിച്ചു. എന്റെ മോന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. പക്ഷേ മേഘയുടെ അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ അവനോട് സംസാരിച്ചാൽ മതി, മേഘ പറഞ്ഞു. അങ്ങനെ രാഹുലും ഹരീഷും കൂടി മേഘയുടെ വീട്ടിലേക്ക് പോയി. വിശ്വനാഥൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. രാഹുലിന്റെ കച്ചവടം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാഹുലിന്റെ അച്ഛനാണ് ഹരീഷെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. രാഹുൽ വിശ്വനാഥനോട് വിവാഹാഭ്യർത്ഥന അറിയിച്ചു. വിശ്വനാഥൻ ഹരീഷിനെ നോക്കി. ഹരീഷ്, എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ആൾക്ക് സ്വന്തമായി ഒരു വരുമാനമുണ്ടായിരിക്കണം, വിശ്വനാഥൻ പറഞ്ഞു. രാഹുലും ഹരീഷും ഞെട്ടി. രാഹുലിന്റെ മുഴുവൻ സ്വത്തും ഇപ്പോൾ അവന്റെ പേരിലാണ്. ഇത് മേഘയെ വിവാഹം കഴിക്കാൻ തടസ്സമായി മാറുമോ? ഹരീഷ് ശാന്തനായി വിശ്വനാഥനെ നോക്കി. അത് ശരിയാണ്, ഹരീഷ് പറഞ്ഞു. എന്റെ മകന് സ്വന്തമായി ഒരുപാട് സമ്പാദ്യമുണ്ട്.
അതിന്റെ എല്ലാം അവകാശി അവൻ മാത്രമാണ്. അച്ഛനെന്ന നിലയിൽ ഞാൻ അവന്റെ കൈകളിൽ ഒരു തുണയായി കൂടെയുണ്ട്. വിശ്വനാഥൻ ഹരീഷിനെ നോക്കി ചിരിച്ചു. നന്നായി. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു. ഹരീഷ് തന്റെ എല്ലാ സ്വത്തുക്കളും രാഹുലിന്റെ പേരിൽ എഴുതിവെച്ചു. അങ്ങനെ രാഹുലിന്റെയും മേഘയുടെയും വിവാഹം വലിയ ആർഭാടത്തോടെ നടന്നു. വിവാഹശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം മേഘയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങി. മേഘയുടെ ഉയർന്ന ജീവിത നിലവാരം ഹരീഷിന്റെ ലളിതമായ ജീവിതരീതികൾക്ക് വിപരീതമായിരുന്നു. ഹരീഷിന്റെ വേഷവിധാനവും ആഹാരരീതികളും അവൾക്ക് തറവാടിത്തമില്ലാത്തതുപോലെ തോന്നി. അവൾ പതിയെ ഹരീഷിനോട് അകലം പാലിക്കാൻ തുടങ്ങി. ഒരു ദിവസം മേഘ രാഹുലിനോട് പറഞ്ഞു, രാഹുൽ, നിങ്ങളുടെ അച്ഛന്റെ വസ്ത്രങ്ങൾ പഴയതാണ്. അദ്ദേഹം അത് ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല. രാഹുൽ വിഷമത്തോടെ അച്ഛന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. എന്നാൽ മേഘയ്ക്ക് ഹരീഷിനോടുള്ള പുച്ഛം കൂടിക്കൊണ്ടിരുന്നു. ഹരീഷിന്റെ മുറി അവൾക്ക് പഴയതുപോലെ തോന്നാൻ തുടങ്ങി. അവൾ രാഹുലിനോട്, അച്ഛൻ നിങ്ങളുടെ മുറിയിൽ നിന്നും മാറണം എന്നു പറഞ്ഞു. രാഹുൽ ഞെട്ടി. എന്താണ് നീ പറയുന്നത് മേഘ? രാഹുൽ ചോദിച്ചു. അച്ഛൻ ഇവിടെ നിന്ന് മാറണം. ഇതെനിക്കിഷ്ടമല്ല, മേഘ കൽപ്പിച്ചു. രാഹുൽ ഭാര്യയെ പിണക്കാതെ അച്ഛനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ഹരീഷ് നിസ്സഹായനായി മകനെ നോക്കി. രാഹുൽ ഹരീഷിനെ വീടിന്റെ ഒരു കോണിലുള്ള ജനലുകളോ വെളിച്ചമോ ഇല്ലാത്ത മുറിയിലേക്ക് മാറ്റി. ദിവസങ്ങൾ കടന്നുപോയി. ഹരീഷിന്റെ മുറി പൊടിയും അഴുക്കും നിറഞ്ഞതായിരുന്നു. രാഹുൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. മേഘ ഹരീഷിനെ വീട്ടിലൊരു ഭാരമായി കണ്ടു. ഹരീഷിന് നിലത്തിരുന്ന് ആഹാരം കഴിക്കേണ്ടി വന്നു. രാഹുൽ തന്റെ അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോൾ വേദനിച്ചെങ്കിലും ഭാര്യയെ ഭയന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല. ഹരീഷ് തന്റെ ഒറ്റപ്പെടലിൽ കഴിഞ്ഞുകൂടി. ഒരു ദിവസം മേഘ വീണ്ടും രാഹുലിന്റെ അടുത്തു വന്നു. അവൾ കൽപ്പിച്ചു, രാഹുൽ, അച്ഛൻ ഇവിടെ നിന്നും പോകണം. രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് മേഘ നീ പറയുന്നത്? അച്ഛൻ ഇവിടെ നിന്നും പോകണം. എനിക്ക് അദ്ദേഹത്തെ വീട്ടിൽ താങ്ങാൻ കഴിയില്ല, മേഘ പറഞ്ഞു. രാഹുലിന്റെ ഹൃദയം തകർന്നുപോയി. ഭാര്യയെ പിണക്കാൻ ഭയന്ന് രാഹുൽ തലകുനിച്ചു. അയാൾ അച്ഛന്റെ മുറിയിലേക്ക് പോയി. രാഹുൽ പറഞ്ഞു, അച്ഛാ, നിങ്ങളിവിടെ നിന്നും പോകണം. ഹരീഷ് മകനെ നോക്കി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്റെ മോനെ, നിനക്കെന്നെ വേണ്ടെന്നു പറയാൻ കഴിയുമോ? ഹരീഷ് ചോദിച്ചു. അച്ഛാ, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് മേഘയെ പിണക്കാൻ കഴിയില്ല, രാഹുൽ പറഞ്ഞു. അച്ഛൻ, ഒരു പുതപ്പെങ്കിലും തരുമോ? ഹരീഷ് ചോദിച്ചു. രാഹുൽ മേഘയെ ഭയന്ന് എനിക്കത് തരാൻ കഴിയില്ല എന്നു പറഞ്ഞു. ഹരീഷിന്റെ ഹൃദയം നുറുങ്ങി. രാഹുലിന്റെയും മേഘയുടെയും മകനായ കുട്ടിക്കൂട്ടൻ മുത്തച്ഛനെ ഒരുപാട് സ്നേഹിച്ചു. മുത്തച്ഛന്റെ ദുരവസ്ഥ കണ്ടപ്പോൾ അവന് വേദന തോന്നി. രാഹുൽ മുത്തച്ഛനോട് വീട് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിക്കൂട്ടൻ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. എന്താണച്ഛൻ പറയുന്നത്? മുത്തച്ഛൻ എവിടെയാണ് പോകുന്നത്? കുട്ടിക്കൂട്ടൻ ചോദിച്ചു. മുത്തച്ഛൻ ഇപ്പോൾ പോകണം, രാഹുൽ പറഞ്ഞു. ഹരീഷ് കുട്ടിക്കൂട്ടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഹരീഷ് പോകുന്നതിനു മുമ്പ് കുട്ടിക്കൂട്ടൻ ഒരു പഴയ പുതപ്പെടുത്തുകൊണ്ടുവന്നു. മുത്തച്ഛ, ഇതൊരു പുതപ്പാണ്, കുട്ടിക്കൂട്ടൻ പറഞ്ഞു. ഹരീഷ് സന്തോഷത്തോടെ പുതപ്പ് വാങ്ങി. എന്നാൽ കുട്ടിക്കൂട്ടൻ ആ പുതപ്പ് രണ്ടായി മുറിച്ചു. എന്താണ് മോനെ നീ ചെയ്യുന്നത്? രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു. അച്ഛാ, മുത്തച്ഛന് ഒരു കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ. മറ്റേ കഷ്ണം എനിക്കാണ്, കുട്ടിക്കൂട്ടൻ പറഞ്ഞു. എന്തിനാണ് നിനക്ക് മറ്റേ കഷ്ണം? രാഹുൽ ചോദിച്ചു. കുട്ടിക്കൂട്ടൻ മറുപടി നൽകി. അച്ഛൻ മുതിരുമ്പോൾ അച്ഛനും ഇതേപോലെ ഒരു പുതപ്പ് മാത്രമേ നൽകുകയുള്ളൂ. രാഹുലിന്റെ ഹൃദയം തകർന്നുപോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി. അവന്റെ ഹൃദയം വേദന കൊണ്ട് വിങ്ങിപ്പൊട്ടി. രാഹുൽ കുറ്റബോധത്തോടെ അച്ഛന്റെ കാലിൽ വീണു. രാഹുൽ പറഞ്ഞു, അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റ് എനിക്കു മനസ്സിലായി. ഹരീഷ് മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രാഹുൽ അച്ഛനെ വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോയി. അവർ വീട്ടിലെത്തിയപ്പോൾ മേഘ അത്ഭുതത്തോടെ അവരെ നോക്കി. രാഹുൽ മേഘയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മേഘ, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. എനിക്ക് നിന്നെ സ്നേഹിക്കാനും അച്ഛനെ സ്നേഹിക്കാനും കഴിയും. മേഘയുടെ മുഖം വാടി. രാഹുൽ, എനിക്ക് വിഷമമുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. അച്ഛൻ ഇവിടെ നിൽക്കണം, മേഘ പറഞ്ഞു. അവളുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടായി. അവൾ രാഹുലിനോടും ഹരീഷിനോടും ക്ഷമ ചോദിച്ചു. ഹരീഷ് മകന്റെയും മരുമകളുടെയും ഹൃദയത്തിലെ മാറ്റം മനസ്സിലാക്കി സന്തോഷിച്ചു. ഹരീഷ്, രാഹുൽ, മേഘ, കുട്ടിക്കൂട്ടൻ എന്നിവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി.
മേഘ ഹരീഷിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറി. അവൾ ഹരീഷിന്റെ മുറി വൃത്തിയാക്കി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരമുണ്ടാക്കി. കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം, സ്നേഹത്തിന്റെ ശക്തി, ക്ഷമ, തിരിച്ചറിവ് എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ഹരീഷ് തന്റെ കുടുംബത്തെയാണ് ഏറ്റവും വിലയേറിയതായി കണ്ടത്. കുട്ടിക്കൂട്ടന്റെ നിഷ്കളങ്കമായ ചോദ്യം രാഹുലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവരുടെ വീട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വീടായി മാറി. രാഹുൽ തന്റെ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, "അച്ഛാ, നമുക്ക് വീണ്ടും തുടങ്ങാം." ഹരീഷ് സന്തോഷത്തോടെ ചിരിച്ചു. അവരുടെ കുടുംബബന്ധം ശക്തമായി.